റംസാൻ മാസത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമുള്ള മാർഗരേഖ ഷാർജ പുറത്തിറക്കി. പകൽ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ലൈസൻസ് എടുക്കണം. ഭക്ഷണ സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം. റമദാൻ മാസത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളുമാണ് ഷാർജ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. പകൽ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനും പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും പ്രത്യേക ലൈസൻസ് എടുത്തിരിക്കണം. വ്യത്യസ്ത നിരക്കിലാണ് ഇതിനുള്ള ഫീസ് മുനിസിപ്പാലിറ്റി ഈടാക്കുക. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കഫറ്റീരിയകളിലും പകൽ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിന് 3000 ദിർഹമാണ് ലൈസൻസ് ഫീസ്. അടുക്കളയിൽ മാത്രമാണ് പകൽ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യാനുള്ള അനുമതി. ഇഫ്താർ സമയത്തിന് മുൻപ് കടകൾക്ക് മുന്നിൽ ഭക്ഷണ സാധനങ്ങൾ പ്രദർശിപ്പിക്കണമെങ്കിൽ 500 ദിർഹം അടച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലൈസൻസ് എടുക്കണം. മാത്രമല്ല, ഫോയിൽ പേപ്പറുകൾ കൊണ്ട് മൂടി വയ്ക്കുക, ഗ്ലാസ് ഡോറുള്ള അലമാരയിലോ മറ്റിടങ്ങളിലോ സൂക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളുമുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. മധുര പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ, ബേക്കറികൾ എന്നിവയ്ക്കെല്ലാം നിബന്ധന ബാധകമാണെന്നും ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഷാർജ.